കോഴിക്കോട് സ്വിസ് ബാങ്ക് തട്ടിപ്പ് കേസിൽ കർശന നടപടികളുമായി പോലീസ്. കമ്പനിയുടെ എക്സിക്യൂട്ടീവ് ഡയറക്ടറും ടി സിദ്ദീഖ് എംഎൽഎയുടെ ഭാര്യയുമായ ഷറഫന്നീസ ഉൾപ്പെടെ 5 പേരാണ് ഇപ്പോൾ പ്രതികൾ. ഉയർന്ന പലിശ വാഗ്ദാനം ചെയ്ത് കോടികൾ പിരിച്ച് നിക്ഷേപകരെ വഞ്ചിച്ചു എന്നാണ് പോലീസിന്റെ കേസ്. ദീപക് തർമ്മടം ചേരുന്നു കോഴിക്കോട് നിന്ന് മറ്റു വിവരങ്ങളുമായി. ദീപക്, ഗുഡ് മോർണിംഗ്. ദീപക്, എങ്ങനെ ഇരിക്കുന്നു കോഴിക്കോടൊക്കെ? കാര്യങ്ങളൊക്കെ നന്നായിട്ട് പോകുന്നുണ്ടല്ലോ. വെരി ഗുഡ് മോർണിംഗ് എസ് കെ. കോഴിക്കോടൊക്കെ നന്നായി പോകുന്നു എസ് കെ. അതിനിടയിലാണ് ഇങ്ങനെ ഒരു തട്ടിപ്പ് വന്നത്. ആ തട്ടിപ്പിൽ ഇപ്പോൾ എംഎൽഎയുടെ ഭാര്യ പ്രതിയായിരിക്കുന്നു എസ് കെ. എസ് കെ, ഈ സ്വിസ് ബാങ്ക് എന്ന് പറയുന്ന സ്ഥാപനം അത് കേന്ദ്ര സർക്കാരിൻ്റെ നിധി സംവിധാനത്തിൽ പ്രവർത്തിക്കുന്ന ധനകാര്യ നോൺ ബാങ്കിങ് സ്ഥാപനമാണ്. പക്ഷേ എന്നാൽ അടിമുടി തട്ടിപ്പാണ് ഈ സ്ഥാപനം എന്നുള്ളത് വ്യക്തമാണ്. ഈ കേസിൻ്റെ അന്വേഷണം നടത്തുന്ന ഉദ്യോഗസ്ഥരുമായി സംസാരിക്കുമ്പോഴും ഇൻറ്റൻഷ്യലി ക്രൈം ചെയ്തു എന്നുള്ളതാണ്. അതായത് ഒരു ബാങ്ക് പൊളിഞ്ഞു പോവുക എന്നുള്ള രീതിയിലല്ല, തട്ടിപ്പ് നടത്താൻ വേണ്ടി തന്നെ ആസൂത്രണം ചെയ്തു. മാത്രവുമല്ല എസ് കെ, ഇതിൻ്റെ പേര് തന്നെ എടുത്തു നോക്കിയാൽ സ്വിസ് ബാങ്ക് എന്നുള്ളതാണ്. അതായത് സാധാരണഗതിയിൽ രാജ്യാന്തര പ്രാധാന്യമുള്ള സ്വിസ് ബാങ്ക്, പ്രശസ്തമായ സ്വിസ് ബാങ്കിനോട് അനുകരിക്കുന്ന രീതിയിൽ SIS എന്ന് വയ്ക്കുന്നു. മാത്രവുമല്ല BANK എന്നുള്ള ബാങ്ക് എന്നുള്ള പദത്തിന് പ്രകാരം BANC എന്ന് വയ്ക്കുന്നു. അതായത് നിയമപരമായി ഈ കുരുക്കുകളിൽ പെടാതെ എന്നാൽ സാധാരണക്കാരെ ബാങ്ക് എന്ന് പറ്റിക്കുന്ന രീതിയിലാണ് ഇതിൻ്റെ തുടക്കം തന്നെ എന്നുള്ള വ്യക്തമാണ്. ഈ കേസ്, ഈ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് 5 കേസുകളാണ് ഇപ്പോൾ എടുത്തിരിക്കുന്നത്. അതിൽ 5ാമത്തെ കേസിലാണ് ടി സിദ്ദീഖ് എംഎൽഎയുടെ ഭാര്യ ഷറഫുന്നീസ പ്രതിയായിരിക്കുന്നത്. എന്നാൽ സിദ്ദീഖുമായി അല്പം മുൻപ് സംസാരിച്ചിരുന്നു. അദ്ദേഹം അറിയിച്ചത് ഒരു 10:30 മണിയോടുകൂടി അദ്ദേഹം വാർത്താ സമ്മേളനം നടത്തുമെന്നുള്ളതാണ്. പക്ഷേ എന്നാൽ ഈ പരാതിക്കാർ പലരും ഈ ഷറഫുന്നീസയുടെ പേര് ഇതിൽ പറയുന്നുണ്ട്. അവരതിൻ്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ആയിരുന്നു എന്നുള്ളത്. മറ്റൊരു കാര്യം സിദ്ദീഖ് പറയുന്നത് ഇവർ നേരത്തെ തന്നെ അവിടെ നിന്നും രാജിവെച്ചിരുന്നു എന്നുള്ളതാണ്. പക്ഷേ എന്നാൽ രാജി സ്വീകരിച്ചിരുന്നില്ല എന്നുള്ള രേഖയാണ് ഈ ബാങ്കുമായി ബന്ധപ്പെട്ട് മറ്റുള്ളവരിൽ നിന്നും ലഭ്യമാകുന്നത്. ചില സാമ്പത്തിക ഇടപാടുകൾ അവർ തീർക്കാനുണ്ട്, അതുകൊണ്ട് രാജി സ്വീകരിച്ചില്ല എന്നുള്ളതാണ്. ഏതായാലും ഈ തട്ടിപ്പ് അടിമുടി തട്ടിപ്പാണ്, വലിയ തട്ടിപ്പാണ്. 6 ബ്രാഞ്ചുകളുണ്ട്. വലിയ ഗ്രാവിറ്റിയുള്ള കോടികളുടെ തട്ടിപ്പാണ് നടന്നത്. പക്ഷേ അതിൽ ഒരു MLAയുടെ ഭാര്യ കൂടി പ്രതിയാകുമ്പോൾ ഇതിന് രാഷ്ട്രീയ പ്രാധാന്യം കൂടി വന്നിരിക്കുകയാണ് എസ് കെ. ഏതായാലും ടി സിദ്ദീഖ് ഇന്ന് മാധ്യമങ്ങളെ കാണുമെന്ന് അറിയിച്ചിട്ടുണ്ട് എസ് കെ. ഓക്കെ, താങ്ക് യു ദീപക് തർമ്മടം.